പ്രാർത്ഥനയോടെ അല്പസമയങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കുകയാണ്. വളരെ പരിചയമുള്ള ഒരു ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ചില കാര്യങ്ങൾ സംസാരിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. We'll go to the book of Deuteronomy, chapter 1 and verse number 21 to 26. Thank you, Ashel, for reading those verses aloud. വളരെ പരിചയമുള്ള ദൈവവചന ഭാഗമാണ്. Might have heard a sermon so many times from Deuteronomy chapter 1, especially from this context. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് ഒരുപാട് പ്രാവശ്യം ദൈവത്തിൻ്റെ വചനം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. But and as I was going through this passage, just God has put some thoughts into my mind. ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് അത് സംസാരിക്കാൻ തക്കണം ആഗ്രഹിക്കുകയാണ്. The last Friday I was speaking about faith to move on. We should have faith in our life, and also about courage. ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഫ്രൈഡേയിൽ ഞാൻ നിങ്ങളോട് മറ്റൊരു ഭാഗത്തുനിന്ന് സംസാരിച്ചു. I will be talking about faith and courage this morning. എന്നാൽ ഈ ഭാഗത്ത് നിന്ന് ദൈവം എൻ്റെ മനസ്സിനകത്ത് നൽകി തന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. So we are so familiar with Deuteronomy chapter 1. Like we know that Israel is standing, the people of Israel is standing at the border of the promised land. ദൈവം അവർക്ക് കൊടുത്ത വാഗ്ദത്ത ദേശത്തിൻ്റെ ബോർഡറിൽ ചെന്നു അല്ലേ. They had come so far out of Egypt, through the Red Sea, and then across the wilderness, and they are just one step away. They were so close and just one step away from entering into the promised land. ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇനി ഒരു സ്റ്റെപ്പും കൂടെ വെച്ചാൽ അവരെവിടെ ചെല്ലും? വാഗ്ദത്ത നാട്ടിൽ ചെല്ലും. അങ്ങനെ അത്രയും അടുത്ത് അവർ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബട്ട് ഇൻസ്റ്റഡ് വാക്കിംഗ് ഇൻ ടു ദ പ്രോമിസ് ലാൻഡ് വിത്ത് കറേജ് ദേ ഹെസിറ്റേറ്റഡ് അല്ലേ. അതാണ് നമ്മളിവിടെ കാണുവാൻ ഇടയായിത്തീർന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ബിലീവിംഗ് ഇൻ ദ വേർഡ് ഓഫ് ഗാഡ് ദേ അലൗഡ് ഫിയർ ടു റൂൾ ദെയർ ഹാർട്ട്. ഇൻസ്റ്റെഡ് ഓഫ് ഫോക്കസിംഗ് ഓൺ ദ ഗ്രേറ്റ്നെസ് ഓഫ് ഗാഡ് ദേ ഫോക്കസ്ഡ് ഓൺ ദ ഗ്രേറ്റ്നെസ് ഓഫ് ദ enemy. Praise God. And അത് കാരണം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ they missed out, the whole generation missed out what God had planned for them. Praise God. അവരെ വിശ്വാസത്തോടെ ധൈര്യത്തോടെ ആ വാഗ്ദത്ത നാട്ടിലോട്ട് കാലുകൾ എടുത്ത് വെക്കുന്നതിന് പകരം ഭയം അവരെ റൂൾ ചെയ്തതുകൊണ്ട്, ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുവാൻ സാധിക്കാതിരുന്നതുകൊണ്ട് ഒരു ജനറേഷൻ മുഴുവനും ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി വെച്ച നന്മകളെ മിസ് ചെയ്യുവാനിടയായി തീർന്നു. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് God was not planned to bless them, but they missed out everything. Praise God. ഇന്ന് പകൽക്കാലം we need to be really careful. Hallelujah. God has planned great things for us, and we should never ever miss out what God has planned for us. Hallelujah. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതിനെ ആമേൻ സ്തോത്രം ഒരിക്കലും നമ്മൾ മിസ് ഔട്ട് ചെയ്യുവാൻ പാടില്ല. Praise God. So just wanted to speak on courage to possess the promise. Hallelujah. നമുക്ക് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതിനെ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുവാൻ നമുക്ക് ധൈര്യം ആവശ്യമാണ്. Praise God. ഞാൻ വളരെ വേഗം മുന്നോട്ട് പോകുവാൻ തക്കനിടയായി ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. So in verse number 21, 21ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്. ഇങ്ങനെ വായിക്കുന്നു, ഇതാ നിന്റെ ദൈവമായ യഹോവ ആ ദേശം നിന്റെ മുമ്പാകെ
വെച്ചിരിക്കുന്നു. നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ നീ ചെന്ന് അത് കൈവശമാക്കിക്കൊള്ളുക. See, the Lord your God has placed the land before you. Go up, take possession. Praise God. Look at those words very carefully. ആ ഭാഗങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ it says the land has already given to you. It wasn't, up for a discussion. You don't have to discuss about it. Praise God. അതേപ്പറ്റി നിങ്ങൾ ഇനി ഒരു ഡിസ്കഷന്റെ ആവശ്യമില്ല. ദൈവം പറഞ്ഞിരിക്കുക ഞാനത് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. I have already given it to you. God did not say I will give it to you if everything works out. എല്ലാം ശരിയായി വരികയാണെന്നുണ്ടെങ്കിൽ ഞാനിത് നിങ്ങൾക്ക് തരാമെന്നല്ല പറഞ്ഞത്. ദൈവം എന്താണ് പറഞ്ഞത്? അത് തന്നിരിക്കുകയാണ്. It is yours. ഇത് നിങ്ങളുടേതാണ്. All that you have to do, is എന്താണ്? Praise God. Go and possess it. Let me tell you, when God gives a promise to you, it is settled in heaven. Praise God. ദൈവം നിങ്ങൾക്ക് ഒരു വാഗ്ദത്തം തരികയാണെന്നുണ്ടെങ്കിൽ അത് സ്വർഗത്തിൽ ഉറപ്പാകിയിരിക്കുന്ന കാര്യമാണ്. It is settled in heaven. Praise God. ദൈവം നമുക്കൊരു വാഗ്ദത്തം തന്നിരിക്കുകയാണെങ്കിൽ അത് ഉറപ്പിച്ചാണ് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. Amen. Praise God. All that remain is for you to believe in it on the earth and take the steps of faith and courage to possess it. Praise God. അതിനകത്ത് ഇനി ഒരു ചോദ്യമില്ല. ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്നത് വിശ്വാസത്തോടെ ധൈര്യത്തോടെ എന്താണ്? ആമേൻ, സ്തോത്രം, നമ്മൾ മുന്നോട്ട് പോകുകയാണ്. എന്നിട്ട് അതിലോട്ട് സ്റ്റെപ്പ്. ഇനി ലെറ്റ് മീ ടെൽ യു, courage is not the absence of fear. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ധൈര്യം എന്ന് പറയുന്നത് ഭയമില്ലാത്തതിനെ അല്ല ധൈര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് the fear will be always there. Praise God. ഭയപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ചുറ്റിനും കാണും. I mean, praise God. Courage is moving forward despite of fear. Praise God. ആമേൻ, സ്തോത്രം. ഭയമുണ്ടെങ്കിലും ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ ചുറ്റിനും ഉണ്ടെങ്കിലും അതിനെ ഒന്നും കണക്ക് കൂട്ടാതെ മുന്നോട്ട് പോകുവാൻ നാം കാണിക്കുന്ന ആ സ്റ്റെപ്പിനെയാണ് ധൈര്യം എന്ന് പറയുന്നത്. Praise God. Hallelujah. Because you know the one who is promised is with you. Praise God. ആ വാഗ്ദത്തം ചെയ്തവൻ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടെ ഉറപ്പോടുകൂടെ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ നാം മുന്നോട്ട് പോകുന്നതിനെയാണ് ധൈര്യം എന്ന് പറയുന്നത്. Praise God. Hallelujah. Let me tell you, my beloved, you have already received so many promises in your life. I mean, but there are many things which around you, praise God, hallelujah, which makes you so afraid. I mean, praise God, but let me tell you, my beloved, don't look on those things, hallelujah. You have to move forward with fear because the one who promised is with you, hallelujah. വാഗ്ദത്തം തന്നവൻ കൂടെ ഉള്ളപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ മുന്നോട്ട് തന്നെ പോകണം. Praise God, hallelujah. ആമേൻ. ഈ ഭാഗങ്ങളിൽ എന്നെ ചിന്തിപ്പിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ, ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? I have given you the land. താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, do not fear or be dismayed. ലാൻഡ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ധൈര്യം കാണിക്കണം, അധൈര്യപ്പെടരുത്. Praise God. But when the second time, under the leadership of Joshua, when they approached the promised land, God just reversed the order. ഞാനിവിടെ കടന്നു വരാം, കാരണം ഈ പ്രാവശ്യം അവർ മിസ് ചെയ്തു. Praise God. പ്രോമിസ് മുന്നിലുണ്ട്. ആമേൻ. അവർ ചെയ്യേണ്ടത് എന്താണ്? ധൈര്യത്തോടെ സ്റ്റെപ്പ് വെക്കുക. ധൈര്യം കാണിച്ചില്ല, therefore they missed out the promise. But if we can come to Joshua chapter 1, Joshua chapter 1 and verse number 9, 9ാമത്തെ വാക്യത്തിലോട്ട് നമ്മൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ധൈര്യം ഉള്ളവൻ ആയിരിക്കുക. ഇനി വേഴ്സ് നമ്പർ 3, പ്രൈസ് ഗാഡ്, വേഴ്സ് നമ്പർ 3 and 4 നമ്മൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ,
നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. പ്രൈസ് ഗോഡ്. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ മുൻപാകെ നിൽക്കുകയില്ല. മോശയോടുകൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. സ്തോത്രം. അടുത്ത വാക്യം, വേഴ്സ് നമ്പർ 7. എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെ അനുസരിച്ച് നടക്കേണ്ട നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനുമായിരിക്കുക, ചെല്ലുന്നിടത്തൊക്കെ നീ ശുഭമായിരിക്കും. പ്രൈസ് ഗോഡ്. ഇൻ ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ് God said, the land has already given to you. Have courage and step in to your promise. But the second time God said, He just reversed the order. എന്താണെന്നറിയാമോ? ഓർഡർ റിവേഴ്സ് ചെയ്ത് എന്തെന്നറിയാമോ? ആമേൻ, സ്തോത്രം. You need, the land will be yours. Amen, praise God. ദേശം നിങ്ങളുടേതായിരിക്കും. But the first thing, you have to show courage to step in. Praise God. എന്താണ് പറഞ്ഞത്? ആദ്യം കറേജ് കാണിക്കണം, വിശ്വാസം കാണിക്കണം, കറേജ് കാണിക്കണം. കറേജ് കാണിച്ചിട്ട് ദേശത്ത് കാല് കുത്തുകയാണെങ്കിൽ the land will be yours. Praise God. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ആമേൻ, ദൈവം ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. കാരണം ഈ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുവാൻ, to possess the promise of the Lord, what we need is not knowledge. What we need is not any other qualification. I mean, to possess the promise of God, what we need is a courage and faith. ഇതുപോലെ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഈ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുവാൻ നമുക്ക് വേണ്ടുന്നത് വിശ്വാസവും ധൈര്യവുമാണ്, വേറെ ഒന്നുമല്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വേറെ ഒന്നിന്റെ ആവശ്യം നമുക്കില്ല. ഇനി വേറെ എന്തെങ്കിലും ഉള്ളത് കൊണ്ട് ദൈവിക വാഗ്ദത്തങ്ങളെ അവകാശമാക്കാൻ സാധിക്കത്തുമില്ല. Amen, praise God. Amen. This morning, as we sit in the presence of the Lord, all that we need is courage and faith, my beloved. Amen, praise God. Doesn't matter how weak you are. Doesn't matter. Amen, praise God. You know how small you are. Amen, praise God. As long as you have the courage and faith in your heart, nothing is going to stop you from possessing the promise of the Lord. Amen. സ്തോത്രം. വിശ്വാസമുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ ഒന്നിനും നിന്നെ തടഞ്ഞു നിർത്തുവാൻ തക്കവണ്ണം സാധിക്കത്തില്ല. സ്തോത്രം. ഇവിടെ സംഭവിച്ചത് എന്തെന്ന് ചോദിച്ചാൽ, ആമേൻ, പ്രൈസ് ഗോഡ്, these people, the land was before them, but they were so afraid. നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം. They sent the spies to explore the land, and the spies came back with a report, and by hearing the report, എന്താണ് സംഭവിച്ചത്? എല്ലാവരുടെയും ധൈര്യം പോയി. മുന്നോട്ട് പോകാനുള്ള ധൈര്യമില്ലായിരുന്നു. പ്രൈസ് ഗോഡ്. അവർക്ക് ലാൻഡ് അവകാശമാക്കുവാൻ സാധിച്ചില്ല. ദൈവത്തിന്റെ നന്മകളിൽ വസിക്കുവാൻ തക്കവണ്ണം സാധിച്ചില്ല. ആമേൻ, സ്തോത്രം. Just like Peter, praise God, when Peter saw Jesus was walking on the water, amen, Peter wanted to do the same. Praise God. So Jesus asked, amen, come out. In the first step, he showed lot of courage. ആമേൻ, ആദ്യത്തെ സ്റ്റെപ്പിനകത്ത് ഒരുപാട് കറേജ് കാണിച്ചു. ആമേൻ, പ്രൈസ് ഗോഡ്. Peter was not specialized on this matter. Amen, praise God. But the moment he showed the courage, amen, praise God, he was able to do it. But the next moment he looked around, amen, all courage പോയി. Amen, praise God, he began to sing. Hallelujah. പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, മുന്നോട്ട് പോകുവാൻ ആവശ്യമുള്ളത് ഒരു വലിയ ധൈര്യമാണ്. സ്തോത്രം. Hallelujah. ഞാൻ ചോദിക്കുന്ന ചോദ്യം, if it is God who placed the land before you, amen, how could the enemy possibly stop them from possessing? Hallelujah. ഈ ആമേൻ, സ്തോത്രം. ദൈവമാണ് ലാൻഡ് നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുള്ളതെങ്കിൽ ശത്രു ആരതിനെ തടയുവാൻ? It doesn't matter how strong they are, I mean how tall they are, ഒബ്സ്റ്റക്കിൾസ് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ദൈവമാണ് നിന്റെ മുമ്പിൽ ഒരു നന്മ വെച്ചിട്ടുണ്ടെങ്കിൽ ശത്രു ആരാണ് അതിനെ തടയുവാൻ? He is nobody, my beloved. He is no one. Why are you so afraid? My question is,
Why are you so afraid? Hallelujah. ദൈവമാണ് തന്നതെങ്കിൽ, and the other thing is, it doesn't matter who lives in the land. All their problem was who were living in the land. Let me tell you, it doesn't matter who lives in the land. What matters is who said he would give you the land. Praise God. ആരാണ് ദേശത്ത് ഇരിക്കുന്നത്, ജീവിക്കുന്നത് എന്നുള്ളതല്ല ക്വസ്റ്റ്യൻ. ആമേൻ. പ്രൈസ് ഗോഡ്. നിന്നോട് ആരാണ് പറഞ്ഞത് ഞാൻ ഈ ദേശം തരുമെന്ന് എന്നുള്ളതാണ്. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രൈസ് ഗോഡ്, യു നോ വാട്ട് മാറ്റേഴ്സ് ഈസ്, ആമേൻ, പ്രൈസ് ഗോഡ്, ഹൂ ലിവ്സ് there. Praise God. As long as this enemy lives there, this is not ours. ആമേൻ. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം പറയട്ടെ, ആമേൻ, സ്തോത്രം, ഒബ്സ്റ്റക്കിൾസിനെ കണ്ടിട്ട്, ഒബ്സ്റ്റക്കിൾ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് ഇത് എനിക്കുള്ളതല്ല. The moment we see the obstacle, praise God, we run away, thinking that this is not ours. Praise God. Hurdles and obstacles, amen, praise God, will be there. It doesn't mean that, amen, praise God, that blessing, that particular blessing is not yours. Let me tell you, praise God, hallelujah. Amen. As long as the one who promised you is with you, amen, praise God, hallelujah, you are going to overcome every obstacles, every hurdles, and you will land on your promise. Hallelujah. ഞാൻ പറയട്ടെ, ഏത് വലിയ തടസ്സം മുന്നിലുണ്ടെങ്കിലും വാഗ്ദത്തം ചെയ്തവൻ കൂടെയുണ്ടെങ്കിൽ, ആമേൻ, സ്തോത്രം, മുന്നിൽ നിൽക്കുന്നവർ ആരാണെങ്കിലും വിഷയമല്ല. ആമേൻ, സ്തോത്രം, നിന്റെ കരത്തിൽ ലഭിക്കാനുള്ള നന്മ എൻ്റെ ദൈവം നിന്റെ കരത്തിൽ തന്നെ കൊണ്ട് തന്നു തരും. നിന്റെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാനുള്ള നന്മ, ആമേൻ, നിന്റെ കുടുംബത്തിൽ വരാനുള്ള നന്മയെ സ്റ്റോപ്പ് ചെയ്യാൻ നോ enemy will be able to do it. Hallelujah. ആമേൻ, സ്തോത്രം. You know, the giants may be big. Praise God. Hallelujah. The walls may be high. Amen. Stotram. The opposition may seem, amen, strong, but none of them matters as long as the Lord God Almighty is, amen, with us. Hallelujah. You know, the promise does not rest upon the size of the obstacles. You need to understand that. You know, the promise does not rest upon the size of the obstacles. Praise God. It rests upon the authority of the one who made the promise. Hallelujah. The പകൽക്കാലം, ആമേൻ, സ്തോത്രം, ശത്രുവിന്റെ സൈസിന് അനുസരിച്ചല്ല, ആമേൻ, സ്തോത്രം, പ്രോമിസിന്റെ വലിപ്പം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം, ആരാണ് പ്രോമിസ് തന്നതെന്നുള്ളതാണ്. Praise God. Hallelujah. If the obstacle is too high, let me tell you, my beloved, the victory is going to be, amen, praise God, higher than that. Praise God. Amen. Hallelujah. തടസ്സം വലുതാണെങ്കിൽ വിജയം അതിനേക്കാൾ വലിയതായിരിക്കും. ആമേൻ. തടസ്സം വലിയതാണെങ്കിൽ നിനക്ക് ലഭിക്കാൻ പോകുന്ന നന്മ അതിനേക്കാൾ വലിയതായിരിക്കും. ഈ ചുമ്മാതിരുന്ന് പണം എന്തെങ്കിലും കിട്ടുന്നതിനേക്കാളും ജോലി ചെയ്തിട്ട് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതിനകത്തൊരു സുഖമുണ്ട്, അല്ലേ? നമ്മൾ വിചാരിക്കുന്നത്, ആമേൻ, ദൈവം പറഞ്ഞ നന്മകളെല്ലാം ചുമ്മാതിരിക്കുമ്പോൾ ഇനി കിട്ടണമെന്നുള്ളത്. അങ്ങനെ ദൈവം എന്താ? അത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോഴേ നമ്മൾ മടിയന്മാരാ. അങ്ങനെ കൂടെ ചെയ്ത് നമ്മൾ മടിയന്മാരായി പോകും. ദൈവത്തിന് അങ്ങനെ ഒരു പ്ലാനേ ഇല്ല. Let me tell you, God has no plan like that. Praise God. You know, ആമേൻ, സ്തോത്രം, ദൈവം നന്മകളുണ്ട്, ആമേൻ, നന്മകളുണ്ട്, but there will be obstacles. Amen. Praise God. It doesn't mean that God has no plan to bless you. Hallelujah. You have to step in with courage. Step in with courage and you will see, amen, praise God, one by one every obstacles are moving away from your life. Hallelujah. ദിവസങ്ങളിൽ, hallelujah, മുന്നോട്ട് പോകുവാൻ, ആമേൻ, സ്തോത്രം, നാം ഒരു ധൈര്യം കാണിക്കണം. No, God said, look at the faith of Abraham. He was fully persuaded that God had power to do what he had promised. Praise God. ദൈവം വാഗ്ദത്തം ചെയ്തതിനെ, ആമേൻ, ആമേൻ, പൂർത്തിയാക്കുവാൻ വിശ്വസ്തൻ എന്ന്, കഴിവുള്ളവനെന്ന് അബ്രഹാം അത് വിശ്വസിച്ചു. Praise God. That is where he could move forward. Amen. Praise God. Hallelujah. Amen. Stotram. That's what courage is.
അതാണ് ധൈര്യം എന്ന് പറയുന്നത്. അവൻ being fully persuaded that if God said it, I will do it. Hallelujah. ദൈവം പറഞ്ഞാൽ, ആമേൻ സ്തോത്രം, വാഗ്ദത്തം ചെയ്തവൻ പറഞ്ഞാൽ ഞാൻ മുന്നോട്ട് പോകും. ആമേൻ സ്തോത്രം, ദൈവം എന്നെ അനുഗ്രഹിക്കും എന്നുള്ളതാണ് courage എന്ന് പറയുന്നത്. സ്തോത്രം. Hallelujah. You know, in Mark chapter 4 verse 35, praise God, you know what did God said to the disciple? എന്താണ് ദൈവം ആമേൻ സ്തോത്രം ശിഷ്യന്മാരോട് പറഞ്ഞത്? ലെറ്റ്സ് ഗോ ടു ദി അതർ സൈഡ്. പക്ഷേ ഹാഫ് വേയിൽ എന്ത് സംഭവിച്ചു? ഭയങ്കര സ്റ്റോം. ആൻഡ് ദ ഡിസൈപ്പിൾസ് വെയർ സോ അഫ്രൈഡ്. Then in between the story, Jesus rebuked them for not having the courage. But finally, where did they land? On the other side. You know, which means, you know, when Jesus said them, he did not say that, let us go to the storm and die. അതാണ് യേശു കർത്താവ് പറഞ്ഞത്. എന്താണ് യേശു കർത്താവ് പറഞ്ഞത്? He said, let's go to the other side. But he may not say there will be storm on the way. But let me tell you, if he is the one who said, let's go to the other side, it doesn't matter where storm will hit you or not, you will make it to the other side. ഇന്ന് പകൽക്കാലം അതാണ് നമുക്ക് വേണ്ടുന്ന കറേജ്. ആമേൻ സ്തോത്രം. അവൻ അക്കരയ്ക്ക് പോയാൻ പറഞ്ഞാൽ നീ അക്കരെ തന്നെ ചെല്ലും. നീ നടുക്ക് മുങ്ങി പോകത്തില്ല. ആമേൻ സ്തോത്രം. No storm will be able to drown you, my beloved. Hallelujah. എൻ്റെ കർത്താവാണ് ആമേൻ ഈ ദേശം തരാമെന്ന് പറഞ്ഞാൽ ഈ ദേശം നമുക്ക് ലഭിച്ചിരിക്കും. എൻ്റെ കർത്താവാണ് ഈ സിറ്റിയിൽ നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞാൽ ഈ സിറ്റിയിൽ നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. എൻ്റെ കർത്താവാണ് നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവ് വഴി തുറന്നിരിക്കും. എൻ്റെ കർത്താവാണ് നിന്നെ മാനിക്കാമെന്ന് പറഞ്ഞാൽ നീ മാനിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. Nothing else matters. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം can you believe, my beloved? Praise God. You know, നമ്മൾ താഴോട്ട് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം നമുക്ക് മനസ്സിലാകുവാൻ തക്കവണ്ണം സാധിക്കുന്ന കാര്യം, പ്രൈസ് ഗാഡ്, you know, especially when you read Numbers chapter 13, ആമേൻ സ്തോത്രം, സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൽ ഒക്കെ നമ്മൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ why did they were so afraid to move into the promised land? Because അവർ വിചാരിച്ചത് എന്തെന്ന് ചോദിച്ചാൽ, God has brought us thus far and He is going to give us this promised land, praise God, and it is going to be so easy. അവർ വിചാരിച്ചത് അതൊരു ഈസി പ്രോസസ് ആയിരിക്കും. And they never expected to see those giants, those enemies, those people. And they never expected that they have to, praise God, conquer it by defeating them. സ്തോത്രം. ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് അവർ വിചാരിച്ചതേ ഇല്ല. In other words, praise God, when they went to the land, they have seen the unexpected. Praise God. Unexpected challenges, unexpected enemies, which they never expected to see. Praise God. അവർ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾ കടന്നു വരും. Praise God. Unexpected challenges will be there. Unexpected difficulties will be there, but it doesn't matter. അങ്ങനെ അത് ചിന്തിക്കുമ്പോൾ never ever think that praise God, you are going to lose everything. Praise God. ദൈവം എല്ലാം അറിഞ്ഞുകൊണ്ട് മാത്രമേ സംഭവിക്കത്തുള്ളൂ. Be prepared for the unexpected, but have the courage to move on. ആമേൻ സ്തോത്രം. അങ്ങനെ ആമേൻ സ്തോത്രം, ഈ ജനം മുൻപോട്ട് പോകുവാൻ ആമേൻ സ്തോത്രം തയ്യാറായില്ല. ആമേൻ സ്തോത്രം. അവർക്ക് ആമേൻ സ്തോത്രം, they were so worried about the land. Amen. Praise God. They were so worried about everything. So let me tell you, stop worrying about the giants. Stop worrying about the economy. Stop worrying about the diagnosis. Hallelujah. And stop worrying about the opposition. Amen. Fix your eyes on the one who has given you the promise. Hallelujah. And you will make it to the other end. Praise God.
ദൈവം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും. ഇനി നോട്ട് ഓൺലി ദാറ്റ്, ഈ ഭാഗത്തോട് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ സ്തോത്രം, now finally, Moses agreed that they can send the spies to explore the land. ദേശം ഉറ്റുനോക്കുവാൻ സ്പൈസിനെ അയക്കുവാൻ മോശ എഗ്രി ചെയ്തു. But if you read Numbers 13 and Deuteronomy chapter 1, they have given with specific task. പ്രത്യേക ടാസ്ക് അവർക്ക് കൊടുത്തു. എന്താണ് അവർക്ക് കൊടുത്ത ടാസ്ക്? വേഴ്സ് നമ്പർ 22 അപ്പോൾ നിങ്ങൾ എല്ലാവരും അടുത്തു വന്ന് ചില ആളുകളെ മുമ്പുകൂട്ടി അയക്കുക, അവർ ദേശം ഒറ്റുനോക്കിയിട്ട് നാം ചെല്ലേണ്ടുന്ന വഴിയെയും പോകേണ്ടുന്ന പട്ടണങ്ങളെയും കുറിച്ച് വർത്തമാനം. So they have to go to the land and look, study about the routes and also a report about the city, bring the report about the cities. അതായിരുന്നു അവർക്ക് കൊടുത്ത പർട്ടിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ എന്ന് പറയുന്നത്. Praise God. They in fact, when they came back with a decision. എന്താണ് ഡിസിഷൻ? We should not go to the land. But that was not the task that was given to them. അതല്ലായിരുന്നു അവർക്ക് കൊടുത്ത ടാസ്ക്. ലാൻഡിൽ പോകണമോ വേണ്ടായോ എന്ന് ഉള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയല്ല അവരെ അയച്ചത്. Praise God. They were sent with a particular task. They have to go and understand the routes and also bring report about the cities. Praise God. They were not supposed to take any decisions, but they came back with a decision which destroyed everything. The പകൽക്കാലം the decision in fact was already made by the Lord. തീരുമാനം ആരെടുത്തിട്ടുണ്ടായിരുന്നു? ദൈവം എടുത്തു. എന്തായിരുന്നു ദൈവത്തിന്റെ തീരുമാനം? Land is yours, go and possess it. But these spies, looking at the circumstances, looking at the cities, എന്താണ് ചെയ്തത്? Praise God. They, deviated away from their task and they did what they were not supposed to do. They took a decision. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവം, സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ഡിസിഷൻസിനെ നമ്മൾ ഓവർറൈഡ് ചെയ്യാൻ പാടില്ല. Praise God. God has already taken the decision. Praise God. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഓൾറെഡി ഡിസിഷൻസ് എടുത്തിട്ടുണ്ട്. Praise God. But when we look at the circumstances, when we look around, praise God, we will say, oh, this is not for me. That is your decision. You are overriding the sovereign decision of the Lord. Praise God. Praise God. ദൈവം നിനക്കൊരു വാഗ്ദത്തം തന്നെ. He knows your strength. He knows your knowledge. He knows how far you can go. He knows your weaknesses, and by knowing everything, and he knows the opposition, challenges and the obstacles and the hurdles that you have to face. He knows everything. By knowing everything, he has already taken a decision that you will be blessed in this land. Praise God. But looking at everything now, you are trying to override the decision of the Lord. Why are you so afraid? ഭയം കൊണ്ട് ദൈവം നിനക്ക് നൽകി തരുന്ന അനുഗ്രഹങ്ങളെ നിന്റെ ഡിസിഷൻ കൊണ്ട് നീ മാറ്റിമറിക്കരുത്. Praise God. Hallelujah. Never ever try to do that. And now, praise God, it's so interesting to say that when they looked at the inhabitants, അവരെ താമസിക്കുന്ന ആൾക്കാരെയൊക്കെ നോക്കിയിട്ട്, they were so tall and high, looked like giants, and then they compared them to the enemies to themselves. അവരെ ഈ എനിമികളെ അവരുമായിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ട് പറഞ്ഞു, we are like what? We are like grasshoppers. ഞങ്ങൾ എന്താണ്? വെട്ടുക്കിളികളാണ്. Praise God. ആരുമായിട്ട് കമ്പയർ ചെയ്തിട്ട്? Praise God. എനിമിയായിട്ട് കമ്പയർ ചെയ്തിട്ട്, എനിമിയും അവരെയും തമ്മിൽ കമ്പയർ ചെയ്തു. But it was a comparison gone in the wrong direction. Praise God. In the following verses we read that God was going
ബിഫോർ ദം. ദൈവം അവർക്ക് മുന്നായിട്ട് നടക്കുകയായിരുന്നു, അല്ലേ? ആമേ, സ്തോത്രം. നിങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയാണ് വായിച്ചാൽ മതി. ആമേ, ഇഫ് യു ക്യാൻ റീഡ് ഫ്രം വേഴ്സ് നമ്പർ 30 onwards, if you can read verse number 30, ഇങ്ങനെ, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നത്, Lord your God who goes before you will himself fight on your behalf. അപ്പോൾ why God is going before them? Because they should see their God. The first thing they should see is their God. അവരാരെയാണ് ആദ്യം കാണേണ്ടുന്നത്? അവരുടെ ദൈവത്തെയാണ് കാണേണ്ടുന്നത്. Now, instead of seeing their God, they are seeing whom? അവര് എനിമിയാ കാണുന്നത്. എനിമിയെ കണ്ടിട്ട് എന്ത് ചെയ്യുകയാണ്? പേടിച്ച്. So they lost the perspective. Praise God. They lost the vision. And now they don't know their God. They are not seeing their God. All that they are seeing is obstacles. ഇതല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? Does it that seem familiar to us? അതെ, നമ്മൾ ഈ തടസ്സങ്ങളെ കണ്ടോണ്ടിരിക്കുകയാണ്. നമ്മൾ തടസ്സങ്ങൾ, അടഞ്ഞ വാതിലുകൾ, പിശാചിനെ എല്ലാം കണ്ടുകൊണ്ട് ഞെട്ടി ഞെട്ടി എഴുന്നേറ്റോണ്ടിരിക്കുകയാണ്, അല്ലേ? പ്രൈസ് ഗാഡ്. കാരണം നമ്മുടെ മുമ്പിൽ നമ്മൾ അതേ കാണുന്നുള്ളൂ. ആമേൻ, പ്രൈസ് ഗോഡ്. ആൻഡ് ദെൻ വി കമ്പയർ them to us. എന്നിട്ട് നമ്മൾ നമ്മളെ തന്നെ വിളിക്കുകയാണ് എന്താണ്? വെട്ടിക്കിളികളെന്ന്, ഗ്രാസ് ഹോപ്പേഴ്സ്. പറഞ്ഞില്ലെങ്കിലും നമ്മൾ സ്വയമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. ഇനി ഈ ലൈക്ക് വെൻ ഗോഡ് യൂസ്ഡ് Gideon to deliver the Israelite, God came down and called him. He was the smallest. His tribe was the smallest among other tribes, and he was the smallest among his household. ദൈവം എന്താണ് അവനെ വിളിച്ചത്? മൈറ്റി വാരിയർ, പരാക്രമശാലി എന്നാണ് വിളിച്ചത്. അങ്ങനെയാണ് ദൈവം എല്ലാവരെയും വിളിക്കുന്നത്. എന്താണ്? മൈറ്റി വാരിയർ. God is calling you mighty warrior, and we are calling ourselves as what? Grasshoppers. Praise God. ദൈവം നമ്മളെ പരാക്രമശാലി എന്ന് വിളിക്കുമ്പോൾ നമ്മൾ പറയോ, കർത്താവേ, ഞാൻ പരാക്രമശാലി അല്ല, ഞാൻ വെട്ടുക്കിളിയാണ്. Praise God. ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യും? This is not going to work out, my beloved. ഇതിന്റെ കാരണം എന്തെന്നറിയാമോ? You have to see who goes before you. Amen. Praise God. Once you see, amen, who goes before you, start comparing your enemy to the one who goes before you, not to yourself. Praise God. ശത്രുവിനെയും തടസ്സങ്ങളെയും കമ്പയർ ചെയ്യുന്നത് നീയുമായിട്ടായിരിക്കരുത്, മറിച്ച് നിന്റെ മുൻപിൽ പോകുന്നവനുമായിട്ടായിരിക്കണം. ആമേൻ, പ്രൈസ് ഗോഡ്. വൺസ് ആ ദൈവം ആരെന്ന് മനസ്സിലാക്കിയാൽ പിന്നീട് നിങ്ങൾ മനസ്സിലാക്കും ഈ പിശാച് ഒന്നുമല്ല, ഈ തടസ്സങ്ങളൊന്നുമല്ല. ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കാരണം നമ്മുടെ ബലം കൊണ്ട് നമ്മളൊന്നും അച്ചീവ് ചെയ്യാൻ പോകുന്നില്ല. ബട്ട് ഇഫ് വി ആർ ഗോയിങ് ടു അച്ചീവ് എനിത്തിങ്, ഇറ്റ് ഈസ്, ആമേൻ, ബിക്കോസ് ഓഫ് ദ പവർ ഓഫ് ദ വൺ ഹു ഗോസ് ബിഫോർ us and with us. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കണം, കൂടെ ഉള്ളവരാണ് നമ്മുടെ ബലം, കൂടെ ഉള്ളവനാണ്. ആമേൻ, സ്തോത്രം. ആ പിശാച് എത്ര വലിയവനാണെങ്കിലും, അവൻ എത്ര ജയന്റ് ആണെങ്കിലും, ഇന്ന് പകൽക്കാലം പേടിക്കേണ്ട, നമ്മുടെ ദൈവത്തിന്റെ മുൻപാകെ അവനൊന്നുമില്ല. പ്രൈസ് ഗോഡ്. ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ആമേൻ, സ്തോത്രം. ഈ പ്രതികൂലങ്ങൾ ഒന്നുമില്ല. നീ ഇപ്പം കടന്നു പോകുന്ന പ്രതിസന്ധി ഒന്നുമില്ല. ഹല്ലേലൂയ. കാരണം നിന്റെ കൂടെയുള്ളവൻ ആമേൻ, സ്തോത്രം, വലിയവനാണ്. ആമേൻ, സ്തോത്രം. വലിയൊരു ദൈവം കൂടെ ഉള്ളത് കൊണ്ട് ഇന്ന് പകൽക്കാലം പേടിക്കേണ്ട. ഏത് അനാഖ്യനെയും നമ്മൾ തോൽപ്പിക്കും. And we should say, amen, praise God, I will defeat any enemies. Hallelujah. Amen, praise God, hallelujah. അനാക്യരൊന്നും വിഷയമല്ല, അമാലേക്യര് വിഷയമല്ല, ആമേൻ, മിദ്യാന്യര് വിഷയമല്ല, ആമേൻ, ജയൻസ് വിഷയമല്ല. ഞാൻ ആരെയും തോൽപ്പിക്കും, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ. എത്ര പേര് ഇതുപോലെ പറയും? ധൈര്യത്തോടെ പറയാ, ധൈര്യത്തോടൊന്ന് പറഞ്ഞേ, ആമേൻ, പ്രൈസ് ഗോഡ്, ഞാൻ ആരെയും തോൽപ്പിക്കുക, ആമേൻ, എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. ഞാനൊരു വെട്ടുക്കിളിയല്ല. ഐ ആം നോട്ട് എ ഗ്രാസ് ഹോപ്പർ. ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഐ ആം എ മൈറ്റി വാരിയർ ബിക്കോസ് ഗോഡ് ഹസ് നെയിംഡ് മീ ആസ് മൈറ്റി വാരിയർ. ദൈവം എന്നെ പരാക്രമശാലി എന്ന് വിളിച്ചാൽ പിന്നെ നീ ഒരു വെട്ടുക്കിളിയല്ല. ദൈവം നിനക്കൊരു പേരിട്ടിരിക്കുകയാണ്. എന്താണ് ദൈവം ഇട്ട പേര്?
പരാക്രമശാലി. ആമേ, ക്യാൻ യു സേ ലൗഡ്, ഐ ആം എ മൈറ്റി വാരിയർ? അത് തോന്നില്ല, അത് ഗ്രാസ് ഓപ്പറിന്റെ കൂടെ എനിക്ക് തോന്നി. ഐ ആം എ മൈറ്റി വാരിയർ. I am a mighty warrior. Hallelujah. ഞാനൊരു മൈറ്റി വാരിയറാണ്. ബിക്കോസ് ദൈവം എൻ്റെ കൂടെയുണ്ട്. ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആമേ സ്തോത്രം, ഞാൻ ഏത് തടസ്സവും മറികടക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതിന് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്താം. ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു അറിയാമോ? The first, if you read the whole story, God asked them, go and possess the land. But out of fear and unbelief, praise God, they said, no, we are not going to go. Then God said, താഴോട്ട് നമ്മൾ വായിക്കുകയാണെങ്കിൽ, God said, praise God, none of you are going to possess the land. None of you are going to live in the land. Everyone will be destroyed except Joshua and Caleb. ഇത് കേട്ടപ്പോഴത്തേക്കിനും ഇവരുടെ ആകെ ഭയമായി. So then ദൈവവും പറഞ്ഞു, മോശയും പറഞ്ഞു, do not go back to where? The wilderness. അത് കേട്ടപ്പോഴത്തേക്കിനും ഇവർക്ക് അങ്ങോട്ട് സഹിച്ചില്ല. ദൈവം പറഞ്ഞപ്പം പറയുകയാണ്, ദൈവം പറഞ്ഞു do not go. Without listening it, they went. Praise God. When God said don't go, they went. When God said do not go, God said go, they went. When God said do not go, എന്താണ് സംഭവിച്ചത്? Again they went. Praise God. അപ്പം ദൈവം പറഞ്ഞു പോകരുതെന്ന് പറഞ്ഞപ്പോൾ അവർ പോയി. Right? When God said go, they didn't go. When God said do not go, they went ahead. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ പറ്റുന്ന പരിപാടി. എന്തെന്നറിയാമോ? ദൈവം പോകണമെന്ന് പറയുമ്പം പോകത്തില്ല. ദൈവം പോകണ്ട എന്ന് പറയുമ്പം നമ്മൾ എന്ത് ചെയ്യും? പോകും. പ്രൈസ് ഗാഡ്. ലെറ്റ് മീ ടെൽ യു മൈ ബിലവഡ്, ഈ അനുഗ്രഹം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ വെൻ വി ആർ മൂവിങ് വിത്ത് ദ ലോർഡ്. ദൈവം പോകണമെന്ന് പറഞ്ഞാൽ കണ്ണുമടച്ച് പൊക്കോണം. ഏത് എനിമി ഉണ്ടെങ്കിലും വിഷയമല്ല. ഇഫ് ഗാഡ് ഈസ് ദ വൺ ഹൂ ഈസ് ആസ്കിങ് us to move, we have to go. And praise God, when God says do not go, അവിടെ സ്റ്റോപ്പ് ചെയ്തോണം. Praise God. എത്ര tempting ആണെങ്കിലും when God asks us to stop there, we have to stop there. We have to move with our God. Praise God. ദൈവത്തോടു കൂടെ ആമേൻ സഞ്ചരിക്കുവാൻ ഈ ദിവസങ്ങളിൽ നമ്മളൊരു കറേജ് കാണിക്കണം. And when we are ready to do that, അത് നമ്മൾ ചെയ്യുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. എത്ര പേര് ഇന്ന് പകൽക്കാലം എന്നോടൊപ്പം ഈ മെസ്സേജ് കേട്ട് ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകും? എത്ര പേര് നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കും? ഹല്ലേലൂയ. Can you close your eyes? Hallelujah. Can you look to God? Hallelujah. Amen. Praise God. Hallelujah. When God speaks, our job is not to debate, not to argue, not to delay. Amen. But it is to obey. Hallelujah. Amen. Praise God. ദൈവം പറയുമ്പോൾ ആ നിമിഷം തന്നെ നമ്മൾ അനുസരിച്ചോണം. ഹല്ലേലൂയ. ഒന്നും ചെയ്യരുത്. നിൽക്കാൻ പറയുമ്പോൾ നിൽക്കണം, പോകാൻ പറയുമ്പം പോകണം. ആമേൻ. പ്രൈസ് ഗോഡ്. ദൈവത്തോട് കൂടെ മൂവ് ചെയ്യണം. And when we are ready to move with the Lord, let me tell you, nothing can stop us. No power can stop us. Hallelujah. And deliverance will be on the way. Hallelujah. Can you stand in the presence of the Lord? Can you stand in the presence of the Lord? ദൈവം മുൻപാകെ നമ്മെ ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ട്, Lord, Amen, help me to move with you, Lord. Amen, praise God. ദൈവമേ, നിന്നോടൊപ്പം ഒന്ന് സഞ്ചരിക്കുവാൻ നീ എന്നെ സഹായിക്കണമേ. ആമേൻ, സ്തോത്രം. അങ്ങ് പോകാൻ പറയുമ്പോൾ പോകുവാൻ, അങ്ങ് നിൽക്കാൻ പറയുമ്പോൾ നിൽക്കുവാൻ, അതിനുള്ള കൃപ എനിക്ക് നൽകി തരണമേ. അതിനായിട്ട് എന്നെ ഒരുക്കണമേ, എൻ്റെ കുടുംബത്തെ ഒരുക്കണമേ. ആമേൻ, പ്രൈസ് ഗോഡ്. എനിക്ക് വേണ്ടുന്ന ഒരു ധൈര്യമാണ് കർത്താവേ.
I need that courage, oh Lord. I need that belief, oh Lord. I need that faith, oh Master, to move ahead, oh Lord. Hallelujah. Thank you, Jesus. Hallelujah. I am not a grasshopper. I am a mighty warrior. As long as you are with me, nothing is impossible. As long as you are with me, nothing can stop me, oh Lord. ആമേൻ. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാൽ നമുക്ക് പാട്ടുപാടി കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. സ്തോത്രം.